കേരളം ഇനി ഇടതും വലതും ഭരിക്കേണ്ടതില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞെന്നും ആ മാറ്റത്തിന്റെ പേരാണ് NDA എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ ജനമുന്നേറ്റ സദസ്സ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നേതാവ് കിഷോർ ബാബു അടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെത്തിയ നിരവധി പേരെ രാജീവ് ചന്ദ്രശേഖർ BJP അംഗത്വം നൽകി സ്വീകരിച്ചു. NDA കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുമെന്ന ഉറപ്പാണ് ആലപ്പുഴയിൽ BJP പ്രവർത്തകർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. കേരളം ആര് ഭരിക്കണമെന്ന് നമ്മൾ മലയാളികൾ തീരുമാനിക്കണമെന്നും SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അത് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPഐയും വെൽഫെയർ പാർട്ടിയും എല്ലാം തീരുമാനിക്കേണ്ടത് മതേതരത്വം, അത് തീരുമാനിക്കേണ്ടത് എല്ലാം മലയാളിയാണ്, കേരളീയനാണ്. ഞങ്ങൾ തീരുമാനിക്കും. ഇത് ജമാഅത്തും ഇവിടെ വന്ന് ഞങ്ങളുടെ നന്മയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾ സമ്മതിക്കില്ല. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച KPCC ഇൻഡസ്ട്രി സെൽ ചെയർമാൻ കിഷോർ ബാബു, കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും എത്തിയ ദീപു, CPM മാരാരിക്കുളം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വിജയനടക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെത്തിയ നിരവധി പേരെ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ BJP അംഗത്വം നൽകി സ്വീകരിച്ചു. ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് BJP. BJPയിലേക്ക് വരുന്നു എന്ന ചോദ്യത്തിനായി കാതോർക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് കോൺഗ്രസ് പാർട്ടി തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് കിഷോർ ബാബു ചൂണ്ടിക്കാട്ടി. ഏത് പാർട്ടിക്കാരനും ആഗ്രഹം ഉണ്ടാകും, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം നിലനിൽക്കുന്ന പലർക്കും ഇങ്ങോട്ട് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അതിനുള്ള വഴിയൊരുക്കാത്തത് കൊണ്ടോ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തത് കൊണ്ടോ അടക്കി പിടിച്ച് അവിടെ നിൽക്കുകയാണ് എന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം. അതിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുടെ മനസ്സിന്റെ അന്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ ആരെങ്കിലും എന്നെ വിളിച്ച് നീ വരുന്നോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം കേൾക്കാനായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസുകാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സംഘടനയായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മാറിയിരിക്കുക. അതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. BJP ആലപ്പുഴ വടക്ക് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ K സോമൻ, MV ഗോപകുമാർ, സന്ദീപ് വചസ്പതി, ബിബിൻ C ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, ആലപ്പുഴ.